ഇന്ന് ഇന്ത്യൻ എക്കണോമിയിലെ 3 മേജർ മാർക്കറ്റ്സിനെ പറ്റി നമുക്ക് പഠിക്കാം. ഫസ്റ്റ് എന്ന് പറയുന്നത് സേവിങ്സ് മാർക്കറ്റാണ്. അതായത് നിങ്ങൾക്ക് വരുമാനം കിട്ടുമ്പോൾ നിങ്ങളുടെ ഒരു ബാങ്ക് അക്കൗണ്ടിലേക്ക് ആ പൈസ നിക്ഷേപിക്കുന്നു. അതിനുശേഷം നിങ്ങൾക്ക് ഡെയിലി വരുന്ന എക്സ്പെൻസ് ഉണ്ടാവും, മന്ത്ലി വരുന്ന എക്സ്പെൻസ് ഉണ്ടാവും. ഈ അക്കൗണ്ടിൽ നിന്ന് വിഡ്രോ ചെയ്തിട്ട് നിങ്ങൾ അത് യൂസ് ചെയ്യുന്നു. അടുത്ത മാസം വീണ്ടും വരുമാനം വരുമ്പോൾ ഇതേ അക്കൗണ്ടിലേക്ക് നിങ്ങൾ തിരിച്ച് ടോപ്പ് അപ്പ് ചെയ്യുന്നു. ഇത് ഒരു കംപ്ലീറ്റ് സൈക്കിളാണ്. ഈ സൈക്കിളിന്റെ പേരാണ് സേവിങ്സ് മാർക്കറ്റ്. ഇതുപോലെ അടുത്ത സൈക്കിൾ എന്ന് പറയുന്നത് ഡെറ്റ് മാർക്കറ്റ് സൈക്കിളാണ്. അതായത് നിങ്ങളുടെ കയ്യിൽ വരുന്ന കുറച്ച് എക്സ്ട്രാ സേവിങ്സ് നിങ്ങൾ ഒരു ബാങ്കിൽ ചെല്ലുന്നു, എന്നിട്ട് അവരുടെ അടുത്ത് പറയുന്നു ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന്. നിങ്ങൾ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ബാങ്കുകാർ ഈ പൈസ എടുത്തിട്ട് വേറെ മെർച്ചൻസിന് ലോൺ ആയിട്ട് ഇഷ്യൂ ചെയ്യും. ലോൺ ആയിട്ട് ഇഷ്യൂ ചെയ്യുമ്പോൾ അതിൽ അവർക്കൊരു ഇൻട്രസ്റ്റ് കമ്പോണന്റ് പ്രോഫിറ്റ് ആയിട്ട് കിട്ടുമല്ലോ. അതിന്റെ ഒരു വീതം നിങ്ങൾക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ ഇൻട്രസ്റ്റ് ആയിട്ട് തിരിച്ചു നൽകും. ഇത് ഒരു അനദർ കംപ്ലീറ്റ് ആയിട്ടുള്ള സൈക്കിളാണ്. ഈ സൈക്കിളിന്റെ പേരാണ് ഡെറ്റ് മാർക്കറ്റ് സൈക്കിൾ എന്നത്. മൂന്നാമത്തെയും അവസാനത്തെയുമായിട്ടുള്ള മാർക്കറ്റ് സൈക്കിളാണ് ഇക്വിറ്റി മാർക്കറ്റ് സൈക്കിൾ. അതായത് ഒരു കമ്പനി അവരുടെ ഓഹരി നിങ്ങൾക്ക് നൽകുന്നു, അതിന് അഗെയിൻസ്റ്റ് നിങ്ങൾ കുറച്ച് പൈസ അവർക്ക് കൊടുക്കുന്നു. ഇതേ പൈസ ഉപയോഗിച്ച് ആ കമ്പനി അവരുടെ സർവീസസ് എക്സ്പാൻഡ് ചെയ്യുന്നു, അവരുടെ പ്രൊഡക്ട്സ് എക്സ്പാൻഡ് ചെയ്യുന്നു, കൂടുതൽ പ്രോഫിറ്റ്സ് ഉണ്ടാക്കുന്നു. ആ പ്രോഫിറ്റ്സിന്റെ ഒരു വീതം നിങ്ങൾക്ക് ഡിവിഡൻഡ് ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഷെയർ അപ്രിസിയേഷൻ ആയിട്ട് നിങ്ങൾക്ക് തിരിച്ചു നൽകുന്നു. ഒരു സ്മാർട്ട് ഇൻവെസ്റ്റർ എന്ന രീതിയിൽ നിങ്ങൾക്ക് ഈ 3 സൈക്കിൾസിനെ പറ്റിയും ഈ 3 മാർക്കറ്റ്സിന്റെ ഓപ്പറേഷനെ പറ്റിയും നിങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം സേവിങ്സ് അക്കൗണ്ടിൽ നിങ്ങളുടെ കയ്യിലുള്ള പൈസ ഡെറ്റ് മാർക്കറ്റിൽ കൊണ്ടുപോകണോ അതോ ഇക്വിറ്റി മാർക്കറ്റിൽ കൊണ്ടുപോകണോ അതോ ഇതിന് രണ്ടിന്റെ ഒരു മിക്സ് ആയിട്ട് ഇടണോ എന്നത് തീരുമാനിക്കാനായിട്ടുള്ള അതോറിറ്റി നിങ്ങൾക്ക് മാത്രമാണുള്ളത്. ഇതിൽ ഈ 3 മാർക്കറ്റിന്റെ ഇന്ററാക്ഷനും കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. സേവിങ്സ് മാർക്കറ്റിൽ നിന്നുള്ള പൈസ ഇക്വിറ്റി മാർക്കറ്റിലേക്ക് പോകുന്നത് നമ്മളൊരു FD ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ്. ആ പൈസ ഡെറ്റ് മാർക്കറ്റിൽ നിന്ന് തിരിച്ച് സേവിങ്സിലേക്ക് വരുന്നത് നിങ്ങൾ ആ FD റിഡീം ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ആ FD ഇൻട്രസ്റ്റ് പേയ്മെന്റ് നിങ്ങൾ വിഡ്രോ ചെയ്യാൻ താല്പര്യപ്പെടുമ്പോഴാണ്. ഇതേപോലെ തന്നെ സേവിങ്സ് അക്കൗണ്ടിൽ നിന്ന് ഇക്വിറ്റി മാർക്കറ്റിലേക്ക് പൈസ പോകുന്നത് നിങ്ങളൊരു ഷെയർ പർച്ചേസ് ചെയ്യുമ്പോഴാണ്. നിങ്ങൾ നാളെ ഷെയർ റിഡീം ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അതിന്റെ ഡിവിഡൻഡ് നിങ്ങൾ ഓപ്റ്റ് ചെയ്യുമ്പോഴോ ഈ പൈസ തിരിച്ച് സേവിങ്സ് മാർക്കറ്റിൽ വരുന്നു. ഇക്വിറ്റി മാർക്കറ്റിൽ നിന്ന് ഡെറ്റ് മാർക്കറ്റിലേക്കുള്ള ട്രാൻസാക്ഷൻസ് വളരെ കുറവാണ്. അപ്പോൾ സേവിങ്സ് അക്കൗണ്ടിൽ നിങ്ങളുടെ കയ്യിലുള്ള പൈസ ഡെറ്റ് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നോ അതോ ഇക്വിറ്റി മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണോ എന്നറിയാൻ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു കൺസൾട്ടന്റിന്റെയോ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറിന്റെയോ സഹായം തേടേണ്ടി വരാം. ഇതിൽ എനിക്ക് നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ഇന്ന് തന്നെ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ബാലചന്ദ്രൻ വിശ്വറാം, യുവർ വെൽത്ത് മാനേജർ.